മസ്കാര മസ്കാര ഇല്ലാതൊരു കളിയില്ല ആണിതൊക്കെ. എനിക്ക് ലിപ് ലൈനർ എന്തായാലും വേണം. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഞാൻ ലിപ് ലൈനർ മാത്രം വെച്ച് ഞാൻ ജീവിക്കും. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു മേക്കപ്പ് ലുക്ക്, ഒരു സിമ്പിൾ മാക്സിമം സിമ്പിൾ എഫേർട്ട്ലെസ് ആയിട്ടുള്ളൊരു മിനിമൽ മേക്കപ്പ് ലുക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫോർ ദ ബ്രൗൺ സ്കിൻ ആൻഡ് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ കേളി ഹെയർ ഉള്ളവർക്കൊക്കെ അറിയാം. ഇപ്പം നമ്മൾ കേളി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്ട്രെയിറ്റ് ഹെയറിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറയുമ്പോൾ പുറത്ത് വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇട്ടാലും അതിങ്ങനെ സിൽക്കി, എനിക്ക് കുറച്ച് ജലദോഷമുണ്ട് കേട്ടോ, സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടന്നോളൂ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കേളി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കുളിക്കാത്തൊരു ലുക്ക് തോന്നും. ഓക്കെ, അത് നമ്മളുടെ പ്രശ്നമല്ല, നമ്മൾ കുളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ അത് തോന്നുന്നത് ഇങ്ങനെ നമ്മുടെ ഹെയർ കുറച്ച് ഇങ്ങനെ ഷോർട്ട് ഹെയർ ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും, അവിടെ പൊന്തിയിരിക്കും, ഇവിടെ പൊന്തിയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഹെയർ ഒന്നും മാറ്റാതെ ഇങ്ങനെ ഇരുന്നത്. ഓക്കെ, ആകെ ഞാനൊരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മൾ എത്ര എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നമ്മളുടെ കേളി ഹെയർ ഒന്ന് മാനേജ് ചെയ്യാൻ, എങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, ചില സമയത്തൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ എന്തൊരു മടിയാണെന്നറിയോ, ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ, സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒക്കേഷനിൽ പെട്ടെന്ന് നമുക്ക് പോകണം, എന്നാൽ ലൈറ്റായിട്ടൊരു മേക്കപ്പും പെട്ടെന്നൊന്ന് ഹെയർ, ഈ കേളി ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹെയർ സെറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഞാൻ മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ചിലരെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഓക്കെ എന്ത് ഭംഗിയാ, അല്ലെങ്കിൽ അവരുടെ ഹെയറും സ്കിന്നൊക്കെ എന്ത് ഭംഗിയാ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പം ഞാനും ചിലരെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതുപോലെയൊക്കെ ആവാൻ പറ്റും, ഈസി ആയിട്ടാവാൻ പറ്റും. അതിനിപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം, ഇങ്ങനത്തെ ടൈപ്പ് സ്കിന്ന് വേണം, ഇങ്ങനത്തെ ഹെയർ വേണം, അങ്ങനെയൊന്നുമില്ല. നമ്മളെ സ്കിൻ എങ്ങനത്തെ ആണെങ്കിലും നമ്മളുടെ ഹെയർ എങ്ങനത്തെ ആണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് അതിനൊന്ന് മാനേജ് ചെയ്യാനും അതിൽ നമ്മളുടെ ഉള്ളതിൽ നമുക്കുള്ള ഫീച്ചേഴ്സിൽ തന്നെ അതൊക്കെ എങ്ങനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഹെയർ ആയിക്കോട്ടെ സ്കിൻ ആയിക്കോട്ടെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയറിൻ്റെ കാര്യം ചെയ്യാം. അപ്പോൾ ഹെയർ ഇപ്പോൾ തന്നെ നോക്കുക, എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. സോ ഞാനിപ്പം 2 days ബിഫോറാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തത്. എനിക്ക് ഇന്ന് ചിലപ്പോൾ ഞാൻ വാഷ് ചെയ്യുമായിരിക്കും, ഇല്ല ഇന്നിപ്പോൾ ഇത് ചെയ്താൽ വാഷ് ചെയ്യുന്നുണ്ടാവില്ല, നാളെ വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെയർ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മുടിയൊന്ന് അഴിച്ചിട്ട്, ഒരു മിനിറ്റ്. ഓക്കെ, മുടി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അതിലോട്ട് കെട്ടി വെച്ചതാണ്. എൻ്റെ ഹെയറിലില്ലേ ഓയിലില്ലെങ്കിൽ, ചിലരുടെ ഹെയറിൽ ഓൾറെഡി ഭയങ്കര സ്കാൽപ്പ്, ഓയിലി സ്കാൽപ്പായിരിക്കും. പക്ഷേ എൻ്റെ നല്ല ഡ്രൈ ആണ്. എൻ്റെ ഇപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെ ഞാൻ തല നനച്ചില്ല എന്ന് വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് ഡാൻഡ്രഫ് വരും. സോ ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓയിൽ ചെയ്യും. ഇപ്പോൾ ചിലർ പറയും നമ്മൾ ഓയിൽ ചെയ്ത് തന്നെ എണ്ണ തേച്ചാൽ അതൊരു നെഗറ്റീവാണ്. പക്ഷേ എനിക്കങ്ങനെ എണ്ണ തേച്ചെന്ന് വെച്ചാൽ എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നാറില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹെയർ ചെയ്യാൻ പോണത്, ഹെയർ ഒന്ന് ഈ മിഡിൽ സെക്ഷൻ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. ഓക്കെ, 2 സെക്ഷൻ ഒന്ന് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പം ഞാൻ ഹെയർ ഇവിടെ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ചെറുതായിട്ടൊന്ന് ഭയങ്കരമായിട്ട് കോംബ് ചെയ്ത് ഡീറ്റാങ്കിൾ ചെയ്യണ്ട, അപ്പോൾ കേൾസ് അങ്ങോട്ട് പോവും. സോ ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മളെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഡീറ്റാങ്കിൾ ചെയ്തിട്ട് ഞാനിവിടെ ജസ്റ്റ് എടുക്കുന്നത്, ഞാൻ ഓൾറെഡി കൊച്ചിയിൽ നിന്ന് മറ്റേ വീഡിയോ ഇല്ലേ കേളി ഹെയറിൻ്റെ, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ലീവ്-ഇൻ കണ്ടീഷണറിൽ ഏത് ലീവ്-ഇൻ കണ്ടീഷണർ യൂസ് ചെയ്താലും ആ ലീവ്-ഇൻ കണ്ടീഷണർ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ലീവ്-ഇൻ കണ്ടീഷണർ ആ വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് സ്പ്രേ ചെയ്യുക ഹെയറിൽ. ഓക്കെ, അതൊന്നും ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഞാനിപ്പോൾ നാട്ടിൽ വന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് ലീവ്-ഇൻ കണ്ടീഷണർ എടുക്കുക. ഓക്കെ, ഇത് സ്പ്രേ ബോട്ടിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ അതൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ലീവ്-ഇൻ കണ്ടീഷണർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പ്രേയിങ് ഹാൻഡിൽ സ്ക്രഞ്ച് ചെയ്തിടുക. ഓക്കെ, പിന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേളി ഹെയർ നമ്മൾ വാഷ് ചെയ്യുന്ന ദിവസം മറ്റേ നന്നായിട്ട് ഹെയർ ഇങ്ങനെ വാട്ടറിൽ ഇങ്ങനെ ഡ്രഞ്ചായിട്ടില്ല നമ്മൾ സ്ക്രഞ്ച് ചെയ്യുക. അങ്ങനെ
അത്രയും വെള്ളത്തിലാക്കണ്ട. ഓക്കെ, നമുക്ക് പുറത്ത് പോകാനുള്ള പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകാനുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ നമ്മൾ അത്രയും വെള്ളം എടുക്കണ്ട, കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡ് സൈഡും കൂടെ ചെയ്തിട്ട് വരാമേ. അപ്പോൾ ഞാൻ 2 സെക്ഷൻ 2 സൈഡ് ഹെയറും ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഓയിൽ. ഇതിപ്പോൾ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ കാസ്റ്റർ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലിൻ്റെ മണം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഒലീവ് ഓയിൽ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ കോക്കനട്ട് ഓയിലിന് കേൾക്കുമ്പോഴേ അങ്ങനെ ഭയങ്കര വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നല്ലതാണ്, നല്ല മോയ്സ്ചറൈസ്ഡ് ആവും. അപ്പം ഈ ഓയിൽ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മുടീൻ്റെ മേലെ കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടയി കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയാണ് മാക്സിമം ഷോർട്ട് ഹെയർ ഒക്കെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ കുറച്ച് അലമ്പ അവിടെ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, അവിടെ നന്നായിട്ട് കുറേ തേച്ച് പിടിപ്പിക്കണ്ട, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റെ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ട് ഹെയർ പൊന്തി വരും. ഇഷ്ടമായി. ഓക്കെ, ഞാൻ ഹെയർ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് അത്രയ്ക്ക് നനഞ്ഞതല്ലാത്തതുകൊണ്ട് ഞാൻ റാപ്പ് ചെയ്തൊന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ അത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഉണങ്ങിക്കോളും. നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്, നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് മേക്കപ്പിന് മുമ്പ് വേണ്ട ഒരു സാധനം മോയ്സ്ചറൈസറാണ്. സൺസ്ക്രീനും വേണം, പക്ഷേ ഞാനിപ്പോൾ അത് എവിടെയും പോകുന്നില്ലല്ലോ, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. സോ മോയ്സ്ചറൈസർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ എടുക്കുന്ന മോയ്സ്ചറൈസർ പോൺസിൻ്റെ ആണ്. പോൺസിൻ്റെ കുഞ്ഞ് ജെല്ലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിന് 20 റുപ്പീസ് എന്തോളൂ. ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത് എമോലിനാണ്. എമോലിൻ തീർന്നു പോയി, ഇനി പുതിയത് വാങ്ങിക്കണം. ഓക്കെ, ഇത് ഭയങ്കര ജെൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ലിപ് ബാം ഇടാം. ഇത് രണ്ടും ബേസിക്കായിട്ട് വേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഈ ഒരു ഡാർക്ക് സർക്കിളൊക്കെ ഞാൻ കവർ ചെയ്യാണ് യൂസിങ് ദിസ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഫുൾ കവറേജ് കൺസീലർ. ഓറഞ്ച് കറക്റ്ററാണ്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം, പെട്ടെന്ന് പരിപാടി നിർത്തി വെക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എനിക്കിതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ, കാരണം എനിക്ക് അത്ര നല്ല രീതിയിൽ എനിക്ക് ഡാർക്ക് സർക്കിളുണ്ട്. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് കവർ ചെയ്യട്ടെ കേട്ടോ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീലറാണ്. ഞാനിവിടെ എടുക്കുന്ന കൺസീലർ NYBയുടെ ആണ്. ഓക്കെ, ഇതാണ് ഷെയ്ഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മിനിമൽ ആയതുകൊണ്ട് എനിക്കിങ്ങനെ കുറേ എന്തോ എനിക്കൊരു ഇത് വരും. അപ്പോൾ ഞാൻ കുറച്ച് ഇടാറുള്ളൂ. ഓക്കെ, 1 2 3 താഴെയും ജസ്റ്റ് 1 2 1 2. പിന്നെ ഇതിന് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഈ മേക്കപ്പ് ലുക്കിന്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഈ കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇവിടെയാണ് ഒരു പിഗ്മെൻറ്റേഷൻ ഉള്ളത്, അപ്പോൾ ഞാൻ ഇവിടെ മാത്രം ഇടുകയാണ്. ഓക്കെ, ഞാൻ കൂടുതലും കൈവച്ച് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുക, കാരണം എനിക്കതിനൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ലൂസ് പൗഡറാണ്. ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മറ്റേ കോമ്പാക്ട് പൗഡറൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്നത് ഇൻസൈറ്റിൻ്റെ ബനാന ലൂസ് പൗഡറാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തു. ഇനി നൈസായിട്ട് കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഐഷാഡോ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ കൺസീലർ ഇട്ടിട്ട് ആ ഒരു യെല്ലോയിഷ് കളർ ഇങ്ങനെ കണ്ണിൻ്റെ മേലെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ഐഷാഡോ ഇട്ട് കൊടുക്കും. അപ്പം ഞാനിവിടെ ഇതൊക്കെ തീർന്നു. ഈ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡില്ലേ, അതും ഈ മേലത്തെ ഈ ഷെയ്ഡും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ലെയർ ഇടാൻ പോവാണ്. ഓക്കെ, കാണാൻ മാത്രമൊന്നും ഇടത്തില്ല കേട്ടോ, ചെറുതായിട്ട് ആ കൺസീലർ കളർ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഞാൻ ഐഷാഡോ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പേഴ്സണലി ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ, എനിക്ക് കണ്ണിങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഒന്നെങ്കിൽ ഐലൈനർ എഴുതും. ഐലൈനർ ഇപ്പം നമ്മൾ മിനിമൽ മേക്കപ്പ് ലുക്കല്ലേ ചെയ്യുന്നത്, സോ ഞാൻ ഐലൈനർ എഴുതുന്നില്ല. ഞാൻ അതിന് പകരം ചെയ്യാൻ പോകുന്നത് ഈ ഐഷാഡോയിലുള്ള ഈ ഡാർക്ക് ബ്രൗൺ ഇല്ലേ, ഈ ഡാർക്ക് ബ്രൗൺ ചെയ്തിട്ട് ലൈറ്റായിട്ട് ഈ കണ്ണിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കണ്ണിങ്ങനെ ചുമ്മാ മസ്കാര ഇട്ട ഭംഗിയുള്ള കണ്ണാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ പക്ഷേ എനിക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ലൈറ്റ് ബ്രൗൺ എനിക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളർ വെച്ച് ചെറുതായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തിട്ടുള്ള ഐഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് മസ്കാര ഇല്ലാതൊരു കളിയില്ല. എന്തായാലേ മസ്കാര ഇല്ലെങ്കിൽ പിന്നെ
ഓക്കെ, ഞാൻ ഇടുന്ന മസ്കാര മാഴ്സിൻ്റെ ആണ്. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഈ മസ്കാര ഇടുമ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു സംഭവമല്ലേ, എനിക്കുണ്ട് കേട്ടോ, നിങ്ങൾക്കുണ്ടോ എനിക്കറിയില്ലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മസ്കാര ഇടുമ്പോൾ ഇങ്ങനെ പിടിക്കത്തില്ല, അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിരിക്കും. ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ വലിഞ്ഞു നിൽക്കില്ല, അതായിരിക്കും നമ്മളെപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, for mascara we are moving to the eyebrows and I'm using this purple dark crescent total filler eyebrow palette. Okay, അപ്പോൾ എനിക്ക് ഐബ്രോ അറ്റത്തോട്ട് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ 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 കോംബ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതാണ്, ദിസ് വൺ. അല്ലെങ്കിൽ മറ്റേത് ഇടയ്ക്ക് യൂസ് ചെയ്യും കേട്ടോ, ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ മറ്റേത് യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇതിലേ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കും, ഈ അടിവശം. പിന്നെ ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് അത്ര ബോറായി തോന്നത്തില്ല, നാച്ചുറലായിട്ടുള്ള ഫീൽ ചെയ്യുള്ളൂ. ഈ അറ്റത്തിന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും, അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. കണ്ടോ, ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഈ കൈ വെച്ചിട്ടൊരു തുടയുണ്ട് എനിക്ക്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടേക്ക് ഉണ്ട്. എൻ്റെ മുഖം വേർക്കണ വയ്ക്കാം. എന്തൊരു ചൂടാന്ന് പറയാം, നല്ല ചൂടാണ് ഇവിടെ. എല്ലായിടത്തും ചൂടാണല്ലേ, പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി കൊച്ചിനെ നോക്കുമ്പോൾ കുറവാണ് കേട്ടോ. കുറച്ചുകൂടെ ഹില്ലി ഏരിയ അല്ലേ. ബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞ് ഈ നെക്സ്റ്റ് 3 പ്രൊഡക്റ്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. മേക്കപ്പ് ഇസ് ഗോണ എൻഡ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബ്ലഷാണ്. ബ്ലഷ് എനിക്ക് വേണം കേട്ടോ, ബ്ലഷ് എനിക്ക് എന്തായാലും വേണം. എനിക്കറിയാം ബ്ലഷ് അഡിക്റ്റായ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ ബ്ലഷ് മാത്രം ഇടുന്നവരുണ്ട്, പക്ഷേ എനിക്ക് വെറുതെ ബ്ലഷ് മാത്രം ഇട്ടാൽ പോരാ, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള എൻ്റെ വിയർപ്പൊലിച്ച് വരുന്നതൊക്കെ വേർപ്പിൽ എൻ്റെ ബ്ലഷൊക്കെ അങ്ങോട്ട് മിക്സായി പോകുമെന്ന് തോന്നുന്നു. ശരി, പിന്നെ നെക്സ്റ്റ് ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളൂ. അതൊരു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു. പിന്നെ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ഇതിൽ കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ലിപ് ലൈനർ എന്തായാലും വേണം. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഞാൻ ലിപ് ലൈനർ മാത്രം വെച്ച് ഞാൻ ജീവിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ലിപ് ലൈനർ ഇട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ലിപ് ലൈനർ ഓൾറെഡി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, മാഴ്സിൻ്റെ ചോക്കോ ബട്ടർ. പിന്നെ ഇതും മാഴ്സിൻ്റെ മറ്റേ ബോളിവുഡ് സർപ്രൈസ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ലിപ് ലൈനർ ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. ലിപ്സ്റ്റിക്ക് നിങ്ങൾ ബ്രൗൺ സ്കിന്നിൽ ചുമ്മാ ഇട്ടാലും അടിപൊളി കിഡിലൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് സ്മൂത്ത് ക്രീമി ടെക്സ്ചറാണ് ഇതിൻ്റെ. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ അധികം നക്കി തിന്നരുത്, അപ്പം സാധനം പോകും. നക്കി തിന്നാതെ നമ്മൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരു 7-8 hours ഒക്കെ ഇത് നിൽക്കും. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇവിടെ ഓൾമോസ്റ്റ് നല്ല കഴിഞ്ഞു. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഹൂപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മിനിമൽ ജ്വല്ലറീസ് ഇട്ടാൽ മതി, എനിക്കാണ് ഇഷ്ടം. ഇപ്പം നോ മേക്കപ്പ് ലുക്ക് അല്ലേ കൂടുതലും ബ്രൈഡ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഒരു മിനിമൽ പക്ഷേ കാണാനൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കും. അതുപോലെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ആക്സസറീസ് ഭയങ്കരമായിട്ട് അതിലൊരു ഭാഗം എടുക്കുന്നുണ്ട്. നല്ല ഇതുപോലത്തെ എനിക്ക് ഇതുപോലത്തെ ഗോൾഡൻ ആക്സസറീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പൊതുവേ ബ്രൗൺ സ്കിന്നായിട്ട് മാച്ചായി പോകുന്നത് കൂടുതലും ഗോൾഡൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, സിൽവറിനെക്കാട്ടും. സിൽവർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുമ്പം ഡ്രസ്സ് പോലും മുമ്പ് ഇട്ടത് തന്നെ സെയിം ഇപ്പോഴും ഇട്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് മാത്രം എത്രത്തോളം മാറി എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. മറ്റേത് ഡ്രസ്സ് മാറ്റുമ്പം പെട്ടെന്നൊരു ഭയങ്കര ചേഞ്ച് വന്ന പോലെ തോന്നുമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഉള്ള ലുക്കിൽ തന്നെ നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പം ഈ ഒരു മിനിമൽ ലുക്ക്, ഈ ഒരു വീഡിയോ, മേക്കപ്പ് വീഡിയോ, ഹെയർ എല്ലാം കൂടെയുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോഴേ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഓഫ് കോഴ്സ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരത്തുള്ളൂ. ആൻഡ് ഇനി എന്തൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് കമൻറ്റിൽ എന്തായാലും പറയണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. ലവ് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.